വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയും പോളിന്റെയും വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തി. കുടുംബത്തിനൊപ്പമുണ്ടെന്ന് ഗവർണർ. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട നാട്ടുകാർ ഗവർണറോട് പരാതി ഉന്നയിച്ചു. അതേസമയം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലും ഗവർണർ സന്ദർശനം നടത്തി. ആദ്യം തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ശരിക്കും നല്ല ഒരു സായുധീകരിക്കാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം ഈ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സായുധരല്ല. അവർക്ക് സെൽഫ് ഡിഫൻസിന് പോലും വെപ്പണില്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്, നമ്മുടെ ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവൻ്റെ മാക്സിമം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ അദ്ദേഹം ഉടനടി തന്നെ അടുത്ത സ്റ്റെപ്പ് സ്വീകരിക്കുന്ന അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളെ 2 മിനിറ്റ് ഇത്ര തിരക്കുള്ള വ്യക്തിയായിട്ട് കൂടി 2 മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾക്ക് അദ്ദേഹം സമയം അനുവദിച്ചു. കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേ ഗ്രാവിറ്റിയോടുകൂടി അദ്ദേഹം ഉൾക്കൊണ്ടു. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഗവർണർ വയനാട്ടിൽ സന്ദർശനം തുടരുകയാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട ഉറപ്പുകളാണ് ഗവർണർ നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള പരാതികളാണ് നാട്ടുകാർ ഗവർണറോട് ഉന്നയിച്ചത്? 7 മണി മുതൽ തന്നെ ഈ വയനാട്ടിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട്. തുടർന്നായിരുന്നു 7:45 പടമലയിൽ എത്തിയത്. പടമലയിൽ അജീഷിനെ കാട്ടാന ചവിട്ടിക്കൊന്ന വീട്ടിലെത്തി കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരുടെ പരാതികൾ ചോദിച്ചറിയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മകളോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പിന്നീടായിരുന്നു പുറത്തു വന്നപ്പോഴായിരുന്നു ഇത്തരത്തിൽ നാട്ടുകാർ ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനോട് പറഞ്ഞത്. തുടർന്ന് അതിന് പരിഹാരം നേടാനുള്ള കേന്ദ്ര സർക്കാരിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തും, കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യങ്ങൾ അറിയിക്കും എന്ന തരത്തിൽ ഉറപ്പ് നൽകിയായിരുന്നു 8:20 കൂടി തന്നെ മറ്റൊരു വീടായ പോളിന്റെ വീട്ടിലെത്തിയത്. പോളിന്റെ വീട്ടിലെത്തി പോളിന്റെ ഭാര്യയും കുട്ടിയും കണ്ടു, മകളെയും കണ്ടു. തുടർന്നായിരുന്നു സമാനമായ രീതിയിൽ തന്നെ അജീഷിന്റെ മകൾ വന്യജീവി ശല്യത്തെക്കുറിച്ച് ഇത്തരത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനോട് സംസാരിച്ചെങ്കിൽ പോളിന്റെ വീട്ടിലെത്തിയപ്പോൾ ഈ വയനാട്ടിലെ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പ്രശ്നമായിരുന്നു ഇത്തരത്തിൽ പോളിന്റെ മകൾ ഉന്നയിച്ചത്. കാരണം ഇത്തരത്തിൽ ചികിത്സ കിട്ടാതെ വൈകിയതായിരുന്നു ഇത്തരത്തിലുള്ള മരണകാരണവും. കാരണം നമുക്ക് തന്നെ അറിയായിരുന്നു ആ ദിവസങ്ങളിൽ ICU ആംബുലൻസ് കിട്ടിയിരുന്നില്ല. തുടർന്ന് വൈകിയായിരുന്നു കോഴിക്കോടിലേക്ക് എത്തിച്ചത്. അത്തരത്തിൽ വളരെ വീഴ്ചയായിരുന്നു അന്ന് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി തന്നെ ആ കുട്ടി ഈ ആരിഫ് മുഹമ്മദ് ഖാനോട് പറഞ്ഞു. തുടർന്നായിരുന്നു അല്പസമയം മുമ്പ് വാഗേരിയിലെ പ്രജീഷിന്റെ വീട്ടിലെത്തിയത്. പ്രജീഷ് ഡിസംബറിലായിരുന്നു ഇത്തരത്തിൽ കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്നത്. തുടർന്ന് ആ വീട്ടിലെത്തുകയും അവിടെ ആ കുടുംബങ്ങളോടും സംസാരിക്കുകയും പ്രജീഷിന്റെ സഹോദരൻ ഇത്തരത്തിലുള്ള അവിടുത്തെ പ്രശ്നങ്ങൾ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനോട് സംസാരിക്കുകയും ചെയ്തത്. തുടർന്നായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തണമെന്ന രീതിയിൽ ഈ ഒരു നിവേദനവും ആരിഫ് മുഹമ്മദ് ഖാന് സമർപ്പിച്ചു. തുടർന്ന് ഇനി മാനന്തവാടിയിലെത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നതോടെയാണ് ഇന്നത്തെ വയനാട് സന്ദർശനം പൂർത്തിയാക്കുന്നത്. വയനാട്ടിൽ നിന്നും ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.